രാവിലെയിലേക്ക് വിശദമായി കടക്കുമ്പോൾ ആദ്യം പോകുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് തന്നെയാണ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം ഇന്നറിയാം. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം അത് ഇന്നാണ്. വൈകിട്ട് 3 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ കഴിയുക. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 985 സ്ഥാനാർത്ഥികളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. അപരന്മാർ ഉണ്ടാക്കുന്ന ഭീഷണിയുടെ ആശങ്കയിലാണ് മുന്നണികളിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. വി അരുൺ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് അറിയാം തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. ആരൊക്കെ ഉണ്ടാകും മത്സരരംഗത്ത് അവസാനമായി എന്നുള്ളതൊരു വ്യക്തത വരും. ഈ അപരന്മാരുടെ സാന്നിധ്യമാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആരൊക്കെ പിൻവലിക്കുമെന്നൊക്കെ, എത്ര പേരെ പിൻവലിപ്പിക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ ഇന്ന് വ്യക്തമാകും. 3 മണിക്കല്ലേ സമയം? എന്താണ് ഒരു അവസാന ചിത്രം? കൃത്യമായ തെരഞ്ഞെടുപ്പ് ചിത്രം, അതായത് ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്ന കാര്യത്തിൽ, ആരൊക്കെ നാമനിർദ്ദേശ പത്രിക കൊടുത്തവരിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് ആരുടെയൊക്കെ പേരുകൾ വരുമെന്ന കാര്യത്തിൽ ഇന്ന് വൈകിട്ട് 3 മണിക്ക് തീരുമാനമുണ്ടാകും. 3 മണിയാണ് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന സമയം. ആ സമയപരിധി അവസാനിക്കുന്നതോടുകൂടിയാകും യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുന്നത്. ചിലയിടങ്ങളിൽ ഡമ്മി സ്ഥാനാർത്ഥികൾ, എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളും ഡമ്മി സ്ഥാനാർത്ഥികൾ കൊടുക്കാറുണ്ട്. അവരെ കുറേവരെയൊക്കെ പിൻവലിച്ചു, ബാക്കിയുള്ളവർ കൂടി ഇന്ന് പിൻവലിക്കും. അതിനുമപ്പുറത്തേക്ക് അപരന്മാർ ആരൊക്കെയാണ്? പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികൾക്കൊക്കെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും അപരന്മാരുണ്ട്. ആ അപരന്മാർ ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല. നമുക്കറിയാം, സാധാരണ ഈ അപരന്മാർ പിടിക്കുന്ന വോട്ടൊക്കെ ഏറ്റവും നിർണായകമായി മാറുക തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അപരന്മാർ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപരന്മാർ വഴിയടച്ച ഒരു പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒരാൾ ഇത്തവണ തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിക്കുന്ന CP ജോണാണ്. അദ്ദേഹം 2011 മത്സരിക്കുമ്പോൾ, കുന്നംകുളത്ത് മത്സരിക്കുമ്പോൾ അപരൻ പിടിച്ച വോട്ട് എതിർ സ്ഥാനാർത്ഥി ബാബു പാലുശ്ശേരിയുടെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതലായിരുന്നു എന്നുള്ളതാണ് CP ജോണിന്റെ അപരൻ പിടിച്ച വോട്ട്. അങ്ങനെ അപരന്മാർ വെല്ലുവിളി തീർത്ത വേറെയും നിരവധി നേതാക്കളുണ്ട്. ആ തിരിച്ചറിവ് വളരെ കൃത്യമായ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണി നേതൃത്വങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അപരന്മാരെ പിൻവലിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഈ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ. പക്ഷേ അത് അത്ര എളുപ്പമല്ല. കാരണം ഈ അപരന്മാർ എവിടെന്നെങ്കിലും പെട്ടെന്ന് പത്രിക കൊടുക്കാൻ വരുന്നവരല്ല. അവരെ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് കൊണ്ടു നിർത്തുന്നത് മുന്നണികൾ തന്നെയാണ്, മുന്നണി നേതൃത്വങ്ങൾ തന്നെയാണ്. എതിർ സ്ഥാനാർത്ഥിയുടെ വഴിയടയ്ക്കാൻ, അവരുടെ സാധ്യതകൾ കുറയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അപരന്മാർ പിൻവലിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു സ്ഥാനാർത്ഥി പിൻവലിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. പക്ഷേ ഒരു ആശ്വാസം ഈ മുന്നണി സ്ഥാനാർത്ഥികൾക്കുള്ളത് അപരന്മാരുടെ, അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വരുന്നവരുടെ പേര് ഈ മുന്നണി സ്ഥാനാർത്ഥികളുടെ പേര് താഴെയായിരിക്കും, അതിനുശേഷമായിരിക്കും, ആൽഫബറ്റിക് ഓർഡറിലാകില്ല അവരുടെ പേര് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വരിക. അതാണ് ഒരു ആശ്വാസം മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഉള്ളത്. പക്ഷേ സ്വതന്ത്രന്മാരുടെ കാര്യത്തിലൊക്കെ അവിടെ വീണ്ടും ചില ആശങ്കകൾ കൂടി വന്നേക്കാം. ഏതായാലും 3 മണി വളരെ പ്രധാനപ്പെട്ട സമയമാണ്. അതോടുകൂടി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകും. ദിവസങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നു. ഓരോ ദിവസവും ഓരോ പുതിയ സംഭവങ്ങൾ ഉയർന്നു വരുന്നു. ഡീൽ ആരോപണങ്ങൾ അതിശക്തമായി തന്നെ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു. ഇന്ന് 3 മണിക്ക് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കും. അതോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗം ഒന്നുകൂടി ഉഷാറാകും. അതെ, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗം ഉഷാറാകാൻ പോവുകയാണ് എന്നുള്ളതാണ്. അരുൺ, ഇനി ഇപ്പോൾ CP ജോണിന്റെ കാര്യം സൂചിപ്പിച്ചു. CP ജോൺ മത്സരിക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ എന്നൊക്കെ പറയുന്ന തിരുവനന്തപുരം മണ്ഡലം, അവിടെ ഇന്ന് ആന്റണി രാജു ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുകയാണല്ലോ. LDF സ്ഥാനാർത്ഥി സുധീർ കരമനയ്ക്ക് വോട്ട് തേടിയാണ് ആന്റണി രാജു ഇറങ്ങാൻ പോകുന്നത്. വഞ്ചിയൂർ മേഖലാ കൺവെൻഷൻ ആന്റണി രാജു ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിക്കുന്നത്. എന്താണെങ്കിലും വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു ആന്റണി രാജുവിന്, നീരസം ഉണ്ടായിരുന്നു ഈ തൊണ്ടി മുതൽ തിരുമല കേസിൽ അയോഗ്യനായി MLA സ്ഥാനം. അപ്പോൾ അതിനുശേഷം ഈ സ്ഥാനാർത്ഥി നിർണയിച്ചതിൽ CPMന്റെ ഒരു ഏകപക്ഷീയമായുള്ള തീരുമാനമാണ് എന്നുള്ളതാണ് ആന്റണി രാജുവിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും ഒരു അനുമാനവും അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനും ഒക്കെ. അപ്പോൾ എങ്ങനെയാണ് ആന്റണി രാജു വഴങ്ങിയത്? ഇങ്ങനെ ഇന്ന് പ്രചാരണത്തിന് സജീവമാകാൻ ശ്രമിക്കുകയാണോ, അതോ ഒരു നീരസം വെച്ചുകൊണ്ട് നിർബന്ധത്തിന് വഴങ്ങിയുള്ള വരവാണോ? എൽദോ ജനാധിപത്യ കേരള കോൺഗ്രസ് സീറ്റ് ആണ് തിരുവനന്തപുരം സെൻട്രൽ. ആന്റണി രാജുവിന് തൊണ്ടിമുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഹൈക്കോടതിയും
ആ ശിക്ഷ റദ്ദാക്കാൻ തയ്യാറാകാത്തോടു കൂടിയാണ് മത്സരരംഗത്തേക്ക് മാറി നിൽക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ആ സീറ്റ് ആര് മത്സരിക്കുന്നത് വലിയ തർക്കങ്ങളും അനിശ്ചിതത്വങ്ങളും ഉണ്ട്. ഒടുവിൽ ആന്റണി രാജു മുന്നോട്ട് വെച്ച പേരുകളൊന്നും CPM-ന് സ്വീകാര്യമായില്ല. അങ്ങനെയാണ് സുധീർ കരമനയെ ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്, CPM മുന്നോട്ട് വയ്ക്കുന്നത്. ഇടത് സ്വതന്ത്രൻ അദ്ദേഹത്തെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കടുത്ത നീരസം അതിലും ആന്റണി രാജുവിന് ഉണ്ടായിരുന്നു. ആ നീരസത്തിന്റെ ഭാഗമാണ് അദ്ദേഹം ഈ പ്രചരണ പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നത്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം കൺവെൻഷനിൽ ഉൾപ്പെടെ ആന്റണി രാജു പങ്കെടുക്കാത്തത് വലിയ വിവാദമായിരുന്നു. എന്നാൽ അന്ന് വൈകിട്ട് തന്നെ ആന്റണി രാജു വീഡിയോ സന്ദേശം സുധീർ കരമനയ്ക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടൊരു വീഡിയോ സന്ദേശം പുറത്തിറക്കിയിരുന്നു. ഇന്ന് അദ്ദേഹം മണ്ഡലം കൺവെൻഷനിലും പങ്കെടുക്കുകയാണ്. വഞ്ചൂർ മേഖലാ കൺവെൻഷനിലാണ് ആന്റണി രാജു ഇന്ന് പങ്കെടുക്കുന്ന. വൈകിട്ടാണ് ആ പരിപാടി. അതോടുകൂടി ആന്റണി രാജുവും സജീവമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരികയാണ്. ഇടതുമുന്നണിക്ക് സുധീർ കരമനയ്ക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം അത്ര ഒരു എതിർപ്പ് ഉണ്ട് എന്നുള്ള ഒരു പൊതുബോധ്യം, അതും വളരെ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ അത്ര ഗുണം ചെയ്യില്ല. സിറ്റിംഗ് MLA തന്നെ, അല്ലെങ്കിൽ നേരത്തെ MLA ആയിരുന്ന ആൾ തന്നെ മാറി നിൽക്കുന്നത് സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയാകുമെന്ന വലിയ വിലയിരുത്തലുണ്ട്. അതിന്റെ ആ ഒരു പ്രശ്നം മറികടക്കാൻ ഇപ്പോൾ ആന്റണി രാജു പ്രചരണത്തിൽ ഇറങ്ങുന്നതിലൂടെ കഴിയുമെന്നാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ. വൈകിട്ടാണ് ആന്റണി രാജു പങ്കെടുക്കുന്ന കൺവെൻഷൻ വഞ്ചൂരിൽ ചേരുന്നത്. അതാണ് ആന്റണി രാജു ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങും. മുൻ മന്ത്രി, തിരുവനന്തപുരത്തെ സിറ്റിംഗ് അല്ലെങ്കിൽ അവിടുത്തെ MLA പ്രചരണത്തിൽ എത്താത്തതിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു LDF ആകമാനം. അപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുധീർ കരമനയ്ക്ക് വേണ്ടി ആന്റണി രാജു ഇന്ന് എത്തുകയാണ്. നിരസവും പരിഭവവും ഒക്കെ മാറ്റിവെച്ച് ഇറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. VV അരുണാണ് വിവരങ്ങളുമായി ചേർന്ന് തിരുവനന്തപുരത്ത് നിന്ന്. കായംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രതിഭ MLA-ക്കെതിരെ സ്ത്രീവിരുദ്ധ അധിക്ഷേപ പ്രസ്താവന നടത്തിയ ഇർഷാദ് ചക്കാലശ്ശേരിക്കെതിരെ നടപടി. ഇർഷാദിനെ കായംകുളം നിയോജക മണ്ഡലം ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കി. പകരം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി H ബഷീർ കുട്ടിക്കാണ് ചുമതല. ഇർഷാദിന്റെ സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാണ്. LDF-ന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് മണ്ഡലത്തിലെ നേതാക്കളാണ് നേതൃത്വം നൽകിയത്. ഇനി പ്രതിഭയ്ക്കെതിരായിട്ടുള്ള ഈ അധിക്ഷേപ പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ പരാതി എത്തിയിട്ടുണ്ട്. CPM നേതാവ് മുൻ മന്ത്രി PK ശ്രീമതിയാണ് ഈ പരാതി നൽകിയത്. മുൻ മന്ത്രി എന്ന നിലയിലാണ് PK ശ്രീമതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത്തരത്തിൽ ഒരു പരാതി നൽകിയത് ഇർഷാദിനെതിരെ. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ശരണ്യ, വലിയ പ്രതിഷേധം ഉയർത്താൻ കഴിഞ്ഞു ഇന്നലെ LDF-ന്, ഒപ്പം പ്രതിഭയ്ക്കും. അതിൽ വളരെ വികാരഭരിതയായി അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിറകണ്ണുകളോടെ എത്തുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്, അതിൽ പെട്ടെന്ന് തന്നെ നടപടിയൊക്കെ എടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അപ്പോഴും ഒരു വല്ലാത്ത സാഹചര്യം ഒരുക്കി ആ പ്രസ്താവന, ആ അധിക്ഷേപം, ആ പരാമർശം. എന്താണ് ഒടുവിലത്തെ അവിടുത്തെ സാഹചര്യം? LDF ഇത് നിയമപരമായി നേരിടാൻ തന്നെയാണ് നീക്കം നടത്തുന്നത്. അവര് ഇത് സംബന്ധിച്ച് പോലീസിന് പരാതി നൽകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിഭ കായംകുളം പോലീസിൽ പരാതി നൽകും എന്നുള്ളതാണ് ലഭ്യമായിട്ടുള്ള വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിയമപരമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ LDF നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം കായംകുളം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. പ്രാദേശിക പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത്. ഒപ്പം തന്നെ നവമാധ്യമങ്ങളിലൂടെ വിവിധ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ അതിൽ പ്രതിഷേധം, മുഖ്യമന്ത്രി അടക്കം പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തെ വലിയൊരു പ്രചാരണ ആയുധമായി കൂടി LDF എടുക്കുന്നു എന്നുള്ളതാണ്. ആ രീതിയിൽ മണ്ഡലത്തിൽ ഇത് വരുന്ന ദിവസങ്ങളിൽ ചൂടേറി ചർച്ചയായി ഈ വിഷയത്തെ കൊണ്ടുപോകുമെന്നുള്ള വിവരമാണ്. അത്തരത്തിൽ ചർച്ചകളിലേക്ക് കൂടി ഇത് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും പ്രതിഭയുമായി ബന്ധപ്പെട്ട് UDF നേതാവ് ഇർഷാദ് നടത്തിയ പരാമർശം അത് വലിയ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉണ്ടാക്കിയത്. കാരണം ശരീരത്തിന്റെ അളവുകോലുകൾ വിൽപ്പനയ്ക്കായി വെച്ച് ആണ് മത്സരത്തിന് ഇറങ്ങുന്നത് എന്നുള്ള രീതിയിൽ നടത്തിയ പരാമർശം വളരെ വളരെ മോശമാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ലിജു ഇന്നലെ ഈ വിഷയത്തിൽ, അതായത് UDF-ന്റെ സ്ഥാനാർത്ഥി ലിജു ഈ വിഷയത്തിൽ പരസ്യമായി അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ലിജു ഉണ്ടായിരുന്ന വേദിയിലല്ല ഈ സംഭാഷണം നടന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് കായംകുളത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനായി ഉള്ള ഒരു ശ്രമം കൂടി LDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിഭയുമായി ബന്ധപ്പെട്ട് നേരത്തെ അവർ നടത്തിയ ഒരു പ്രസ്താവനയും വലിയ തോതിൽ ഇവിടെ പ്രചരിക്കുന്നുണ്ട്. അത് മാധ്യമ പ്രവർത്തകർക്കെതിരെ പ്രതിഭ നടത്തിയ പ്രസ്താവനയായിരുന്നു. വേശ്യാവൃത്തിക്ക്
പോകുന്നതാണ് മാധ്യമപ്രവർത്തകർക്ക് ആണായാലും പെണ്ണായാലും നല്ലതെന്ന് ഉള്ളൊരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട നേരത്തെ ഒരു വാർത്ത വന്ന ഘട്ടത്തിലാണ് അവർ അത്തരത്തിലൊരു വീഡിയോ മാധ്യമപ്രവർത്തകരെ, സ്ത്രീകളടക്കമുള്ള മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ചുകൊണ്ട് വേശ്യാവൃത്തിക്ക് പോകുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. ആ വീഡിയോ ഉൾപ്പെടെ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. പ്രതിഭ പറഞ്ഞ വാക്കുകളും അതിനകത്ത് അവർ മാപ്പ് പറയാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യങ്ങളുമൊക്കെ നവമാധ്യമങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഈ നിലവിൽ ഇന്നലെ അവർ ഒരു വനിതാ നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തക കണ്ണീരോടുകൂടിയാണ് ഈ വിഷയത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് അവർ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നത്. അത്തരത്തിൽ പ്രവർത്തനം കൊണ്ടാണ് തങ്ങളൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്, അല്ലാതെ മറ്റു രീതിയിലല്ല എന്നവർ കണ്ണീരോടെ കൂടി പറഞ്ഞത് കേരളം ഒട്ടുക്കെ കണ്ടിരുന്നു. ആ ഒരു പ്രതിഷേധം LDFന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ മണ്ഡലത്തിൽ കൂടി ഉണ്ടാകുന്നു. മറ്റൊന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമായി കൂടി മാറുകയും ചെയ്യുന്നു. സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശമാണ് ഇർഷാദ് നടത്തിയത്. ഈ മണ്ഡലം UDF കൺവീനറാണ് അദ്ദേഹം. ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ പരാമർശം വലിയ തോതിൽ വിമർശനത്തിന് വഴിവെച്ചിരുന്നു. മാത്രമല്ല വളരെ വികാരപരിധിയെ വിങ്ങിപ്പൊട്ടിയാണ് പ്രതിഭ. ആ ഖേദപ്രകടനം കൊണ്ട് കഴിയില്ല, അത് സാധ്യമല്ല എന്നുള്ള ഒരു പരാമർശത്തിലേക്ക് എത്തുകയും ചെയ്തതാണെങ്കിലും വലിയ തോതിൽ അത് ചർച്ചയായി എന്നുള്ളതിൽ സംശയമില്ല. അദ്ദേഹത്തിന്റെ പരാമർശം അത് അനവസരത്തിലായിപ്പോയി UDFനെ പ്രതിരോധത്തിലാക്കുന്നതാണ് എന്നുള്ളതിലും യാതൊരു സംശയമില്ല. എന്നാലും നിയമപരമായിട്ട് മുന്നോട്ട് പോവുകയാണ് അവിടെ LDF. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിലും ചേർന്ന്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മഞ്ചേശ്വരത്ത് SDPA തീരുമാനം നിർണായകമാണ്. സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ UDFൽ നിന്ന് സമ്മർദ്ദം ഏറുന്നുണ്ടെങ്കിലും പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി മത്സരരംഗത്ത് തന്നെ ഉറച്ചു നിൽക്കാനാണ് SDPA സ്ഥാനാർത്ഥി KM അഷ്റഫിന്റെ തീരുമാനം. അതേസമയം SDPA സംസ്ഥാന നേതൃത്വവുമായി ഇടപെട്ട് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള അണിയറ നീക്കങ്ങളും ശക്തമായിട്ടുണ്ട്. KV ബൈജു കൂടുതൽ വിവരങ്ങൾ നൽകും. ബൈജു, ഈ സമ്മർദ്ദ തന്ത്രം അത് ഫലിക്കാനുള്ള സാധ്യതയുണ്ടോ? എൽദോ, എന്തായാലും വളരെ നിർണായകമാണ് ഇന്ന്, പ്രത്യേകിച്ച് KM അഷ്റഫിനി എന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിന് പേരിനോട് സാമ്യമുള്ള 3 പേരാണ് മത്സരരംഗത്തുള്ളത്. അത് ഇപ്പോൾ എൽദോ സൂചിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനം SDPA തന്നെയാണ്. കാരണം 9,000-ഓളം വോട്ടുകൾ ഇവിടെ ഉണ്ടെന്നാണ് SDPA അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അത് KM അഷ്റഫിന്റെ വിജയത്തെ വലിയ തോതിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള എല്ലാ ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായൊരു ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ സ്ഥാനാർത്ഥി KM അഷ്റഫ് പിൻവലിക്കുമോ എന്നത് കാര്യം ഇന്നലെ രാത്രി വരെ ഇദ്ദേഹവുമായി സംസാരിച്ചപ്പോഴും ഉറച്ചു നിൽക്കുന്നു, മത്സരരംഗത്ത് തന്നെ ഉണ്ടാകും എന്നാണ് വ്യക്തമാക്കിയത്. പക്ഷെ അതേ സമയത്ത് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന നേതൃത്വം UDFുമായി വലിയ തോതിൽ ചർച്ച നടക്കുന്നുണ്ട്. ഇവർ പ്രധാനമായും പറയുന്നത് SDPA, അതായത് വർഗീയ പാർട്ടിയുടെ വോട്ടുകൾ തങ്ങൾക്ക് വേണ്ട എന്നായിരുന്നു UDF നിലപാട്. അത് പരസ്യമായി SDPAയുടെ വോട്ട് തങ്ങൾക്ക് വേണം, സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്നാവശ്യപ്പെടണം എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നവരാണ്. ഏതായാലും സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പമാണ് 2 സ്വതന്ത്ര സ്ഥാനാർത്ഥിമാരായും അപരന്മാരായും ഉള്ളത്. ഏതായാലും കാസർഗോഡ് ജില്ലയിൽ 37 സ്ഥാനാർത്ഥികളിൽ കാഞ്ഞങ്ങാട് മണ്ഡലം ഒഴികെ മറ്റ് 4 മണ്ഡലങ്ങളിലും അപരന്മാരുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഇന്ന് 3 മണി അത് എല്ലാ സ്ഥാനാർത്ഥികളെയും മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ സുരേന്ദ്രനും ഒരു അപരനുണ്ട്. ആ അപരൻ പിൻവലിക്കുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഏതായാലും കഴിഞ്ഞ തവണ 745 വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. അതിന് തൊട്ട് മുൻപ് 89 വോട്ടുകൾക്ക് പരാജയപ്പെടുമ്പോൾ അപരനായ സുന്ദര 500ഓളം വോട്ടുകൾ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഈ അപരന്മാർ അത് വളരെ നിർണായകമാണ്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജയപരാജയങ്ങൾക്ക് വലിയ ഘടകമായി ഈ അപരന്മാർ വളരെ ചെറിയ വോട്ടുകൾക്ക് സൂചിപ്പിച്ച പോലെ 2016 ഏതാണ്ട് 2 അക്കം 80ഓളം വോട്ട് മാത്രമാണ്. 2021 745 വോട്ട്, അങ്ങനെ വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു വന്നിരുന്നത്. അപ്പോൾ അതായത് കൃത്യമായുള്ള ത്രികോണ മത്സരം നടക്കുന്ന ആ മണ്ഡലത്തിൽ ഒരു SDPA സ്ഥാനാർത്ഥി UDFന് അത്ര ശുഭകരമല്ല. പക്ഷേ ബേസിക് പ്രശ്നം എന്താണ് UDFന് എതിരെ ഈ SDPA സ്ഥാനാർത്ഥി നിർത്താനുള്ള സാഹചര്യം എന്താണ് ഉണ്ടായത്? അത് തുടക്കത്തിൽ തന്നെ SDPA വ്യക്തമാക്കിയിരുന്നു. KM അഷ്റഫ് സ്ഥാനാർത്ഥിയായി വന്നാൽ അവിടെ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി നിർത്തുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതോടൊപ്പം പേരിനോട് സാമ്യമുള്ള ഒരാൾ തന്നെ വരികയും ചെയ്തതോടുകൂടിയാണ് അത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയായത്. ഇവർ പറയുന്നത് മണ്ഡലത്തിൽ KM അഷ്റഫ് കഴിഞ്ഞ 5 കൊല്ലം വികസനം ഒന്നും ഉണ്ടായിട്ടില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. മാത്രമല്ല SDPയെ യാതൊരു തരത്തിലും പരിഗണിക്കാൻ, ഏതെങ്കിലും വിഷയം ഉന്നയിക്കുമ്പോൾ പോലും പരിഗണിക്കാൻ MLA എന്ന നിലയിൽ KM അഷ്റഫ് തയ്യാറായില്ല.
തുടങ്ങി നിരവധി കാരണങ്ങളാണ് SDP പറയുന്നത്. കാസർഗോഡ് നേരത്തെ SDP സ്ഥാനാർത്ഥിയെ നിർത്തിയെങ്കിലും അത് പിൻവലിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ ഷഹനാസ് പാദൂർ എന്ന് പറയുന്ന LDF സ്വതന്ത്രനെ പിന്തുണക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മഞ്ചേശ്വരത്തുമുള്ളത് PDPയുടെ നിലപാടാണ്. 5000-ഓളം വോട്ടുകൾ PDPക്കുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. അവർ ഏതായാലും UDFന് പിന്തുണ നൽകാൻ ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് മുഴുവൻ LDFന് പിന്തുണ നൽകുമ്പോൾ മഞ്ചേശ്വരത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത്, അതായത് BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലമായതിനാൽ അവിടെ UDFന് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം. പക്ഷെ അത് കഴിഞ്ഞ തവണയും UDFന് തന്നെയായിരുന്നു PDP പിന്തുണ. അതുകൊണ്ട് തന്നെ അത് മാത്രം പോരാ, ഈ SDP സ്ഥാനാർത്ഥി കൂടി പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രമേ അത് AK അഷ്റഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ തോതിലുള്ള ഇഞ്ചോടിഞ്ചും മത്സരത്തേക്ക് കടക്കും. അതല്ലെങ്കിൽ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമാണ്. BJP ഇത്തവണ താമര വിരിയിക്കും മഞ്ചേശ്വരത്ത് എന്ന് ഉറച്ച് പ്രതീക്ഷയോടുകൂടി വലിയ തോതിൽ സംസ്ഥാനത്തു നിന്ന് പുറത്തുനിന്നുള്ള വലിയ ദേശീയ നേതാക്കളൊക്കെ കൊണ്ടുവന്ന് പ്രചരണം കൊഴുപ്പിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു തലവേദന ഉള്ളത്. അതായത് 3 പേരാണ് AK അഷ്റഫിന് പേരിനോട് സാമ്യമുള്ളവർ അവിടെ മത്സരിക്കുന്നതെന്നാണ്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 9,000-ഓളം വോട്ടുകളുള്ള SDP ആ സ്ഥാനാർത്ഥി പിൻവലിക്കുമോ എന്നതാണ് ഏറ്റവും നിർണായകം. അതേതായാലും ഇന്നറിയാം. പിന്നീട് മത്സര ചിത്രം മഞ്ചേശ്വരത്ത് വ്യക്തമാവും. ഏതായാലും LDF സ്ഥാനാർത്ഥി കൂടി ശക്തമായി രംഗത്ത് വരുന്നതോട് ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയ ഈ ഒരു മഞ്ചേശ്വരത്തിൽ അപരന്മാർ വളരെ നിർണായകമാവുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും മഞ്ചേശ്വരത്തിൽ സാഹചര്യം സങ്കീർണമാണ്. SDP ഉറച്ചു നിൽക്കുകയാണ് സ്ഥാനാർത്ഥിത്വത്തിൽ. KV ബൈജോൺ വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് BJP വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന CPM സ്ഥാനാർത്ഥി K അനിൽകുമാറിന്റെ പ്രസ്താവന തള്ളുകയാണ് BJP വോട്ട് കണ്ട് അനിൽകുമാർ പനിക്കേണ്ടെന്നാണ് കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ ന്യൂസ് 18നോട് പറഞ്ഞത്. അനിൽകുമാറിന് ആരെയും കേൾക്കുന്ന സ്വഭാവമില്ല. ചാനൽ ചർച്ചയിൽ പോയി വളവളാന്ന് സംസാരിക്കുന്ന രീതി മാത്രമായതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ തോന്നലുകൾ വരുന്നതെന്ന് അദ്ദേഹം പറയുന്നു. കോട്ടയത്ത് NDA സ്ഥാനാർത്ഥിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും ലിജിൻ ലാൽ അവകാശപ്പെട്ടു. കോട്ടയത്ത് BJP വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന് K അനിൽകുമാർ, CPM സ്ഥാനാർത്ഥി K അനിൽകുമാർ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്താണ് BJP നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? BJPയുടെ കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാലാണ് എനിക്കൊപ്പം ചേരുന്നത്. BJP വോട്ട് CPMന് കൊടുക്കാൻ തീരുമാനിച്ചോ? അല്ല, BJP വോട്ട് കണ്ടുകൊണ്ട് അനിൽകുമാർ പണിക്കണ്ട. കാരണം അനിൽകുമാറിന് പറയാം BJPക്കാണ് വോട്ടുള്ളത്, BJPക്കാണ് വോട്ട് കിട്ടുക, അല്ലെങ്കിൽ BJPയുടെ വോട്ടാണ് വളരാൻ പോവുക എന്നുള്ള ബോധ്യം അനിൽകുമാറിനുമുണ്ട്. ആ വോട്ട് കണ്ടുകൊണ്ട് അനിൽകുമാർ തിരഞ്ഞെടുപ്പിന് നിൽക്കണ്ട എന്നുള്ളതാണ് BJPക്ക് പറയാനുള്ളത്. BJPയുടെ വോട്ട് എന്ന് പറയുന്നത് NDAയുടെ വോട്ടാണ്. ആ വോട്ട് NDAയുടെ സ്ഥാനാർത്ഥി ഇത്തവണ വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഈ മണ്ഡലത്തിൽ ഞങ്ങൾ കാഴ്ചവെക്കും. അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ വിജയിക്കുന്നത് NDA ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്നത്തെ കേരളത്തിലെ ജനങ്ങൾ NDA മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം, വികസന രാഷ്ട്രീയം, വികസിത കേരളത്തിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. അല്ലാതെ ഒരു കാര്യം കൂടി, കഴിഞ്ഞ തവണ തിരുവഞ്ചൂരിന്റെ അധിനിവേശമാണ്. BJPയിലേക്ക് ഒരു അധിനിവേശം വരുന്നു. അതിനനുസരിച്ചുള്ള ദുർബലനായ സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ തവണ നിർത്തി. ആ അധിനിവേശം BJPയുടെ ജില്ലാ നേതൃത്വം, അതായത് BJPയിലേക്ക് തിരുവഞ്ചൂർ ഒരു അധിനിവേശം നടത്തുന്നു എന്നുള്ളതാണ്. അത് ജില്ലാ നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം ഫലത്തിൽ നടത്തുന്നത് തിരുവഞ്ചൂരിന്റെ ഇടപെടലോട് കൂടിയാണ് എന്നാണ്. നമുക്കറിയാം, കേരളത്തിലൊരു മുന്നണി രാഷ്ട്രീയമാണ്. കേരളത്തിൽ 3 മുന്നണികളാണ്. അതിൽ മുന്നണികളുടെ സീറ്റ് വിഭജനം, അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ട് മുന്നണികൾക്ക് സീറ്റ് നിശ്ചയിച്ച് കഴിഞ്ഞാൽ അവിടെ സ്ഥാനാർത്ഥി ആര് വേണമെന്ന് തീരുമാനിക്കുന്നത് ആ മുന്നണിയുടെ അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വമാണ്. അവരെ ഉചിതമായ തീരുമാനമെടുത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒരു മുന്നണി മര്യാദ. അതല്ലാതെ തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മുന്നണി വിടാൻ പോകുമെന്ന് കാണുമ്പോൾ ജില്ലാ സെക്രട്ടറിയെ വിട്ട് ഭീഷണിപ്പെടുത്തുകയും അല്ലെങ്കിൽ ആ പാർട്ടിയിലെ രണ്ടാമനായി നിൽക്കുന്ന നേതാവിനെ ചാക്കിട്ട് പിടിക്കുക, അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുന്നണി എന്താണ് സംഭവം? അല്ല, അതിപ്പോൾ പാലായി പോയി അന്വേഷിച്ചാൽ മതിയല്ലോ, അറിയാമല്ലോ. ഇപ്പം ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ ഓഡിയോ ക്ലിപ്പൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. അനിൽകുമാറിനെ അതൊക്കെ കൊണ്ട് കേൾപ്പിച്ചു കൊടുക്ക്. അനിൽകുമാറിന് ഈ കേൾക്കുന്ന സ്വഭാവമില്ല, പറയുന്ന സ്വഭാവമേ ഉള്ളൂ. അത് ചാനൽ ചർച്ചയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, വളവളാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ അനിൽകുമാർ ഉള്ള ഒരു ജനസ്വാധീനം എന്താണെന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ശരി, ഒരു കാര്യം കൂടി, ഈ തിരുവഞ്ചൂരിന് വലിയ ഭൂരിപക്ഷം കിട്ടുന്നു, അവിടെ BJP താഴോട്ട് പോകുന്നു. ഇപ്പോൾ കഴിഞ്ഞ തവണ 8000 വോട്ട് മാത്രമാണ് BJP കിട്ടിയത്. അത്തരം സാഹചര്യമായിരിക്കും ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത്. അല്ല, അതിപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് സമയത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഓരോ സമയത്ത് ഓരോ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് വരുന്നത്. ഇപ്പോൾ 2016 വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഇതിൽ പല മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് 2021 വന്നപ്പോൾ ആ വോട്ട് ഷെയറിന് പല സ്ഥലത്തും കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം അത് കേരളത്തിൽ മൊത്തം ഉണ്ടായ ഒരു പ്രതിഭാസമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് അതേസമയം ലോക്സഭാ ഇലക്ഷൻ വന്ന സമയത്ത് 20% വോട്ട് വർദ്ധിച്ചു. പഞ്ചായത്ത് ഇലക്ഷൻ വന്ന സമയത്ത് വോട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. നിരവധി പഞ്ചായത്തുകൾ, കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് ഭരണം എത്തിക്കാൻ പറ്റുന്നു, മുനിസിപ്പാലിറ്റികളിലേക്ക് ഭരണം വരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഇപ്പോൾ CPM-ൻ്റെ ഓരോ സമയത്തെയും തെരഞ്ഞെടുപ്പ് ഫലം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്ര വോട്ടുണ്ടായിരുന്നു, അവരുടെ വോട്ട് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്, അവർക്ക് ഇതിന് മുമ്പ് കിട്ടിയിരുന്ന വോട്ടും അതിനുശേഷം വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കുറഞ്ഞിരിക്കുന്ന വോട്ടുകൾ എങ്ങോട്ടാണ് പോയത് എന്ന് അനിൽകുമാർ പറയട്ടെ. അത് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും. ഇത്തവണ മുന്നോട്ട് തന്നെ പോവുകയുള്ളൂ BJP സംബന്ധിച്ച്, അല്ലെങ്കിൽ BDJ സ്ഥാനാർത്ഥിയാണ്. എന്നിരുന്നാൽ പോലും BJP വോട്ടുകൾ ചോരില്ല. BJP അല്ല, NDA ആണ്. BJP വോട്ടല്ല, NDAയുടെ വോട്ടാണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യമാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അത് UDF-നും LDF-നും എതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. ഈ രണ്ട് മുന്നണികളും കോട്ടയത്ത്, ഇപ്പം അനിൽകുമാർ അതിൻ്റെ അകത്ത് ഒരുപാട് ബൈപ്പാസുകളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചതാരാണ്? അനിൽകുമാറിൻ്റെ പാർട്ടിയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് കോട്ടയത്തിൻ്റെ MLA ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് കോട്ടയത്തിൻ്റെ ജനങ്ങൾക്കറിയാം. കോട്ടയത്ത് ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന വികസനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വികസനം കൊണ്ടുവന്നിരിക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് മാത്രമാണ്. എന്തെങ്കിലും ഒരു കഴിവ് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയിരിക്കുന്നതാണ്, അല്ലാതെ വേറൊന്നുമില്ല ഇവിടെ. ശരി, എന്തായാലും അനിൽകുമാർ BJP വോട്ട് കണ്ട് പനിക്കണ്ട എന്ന് ജില്ലാ അധ്യക്ഷൻ തന്നെ പറയുകയാണ്. ജില്ലാ നേതൃത്വത്തിന് അറിയാമെന്നായിരുന്നു അനിൽകുമാറിൻ്റെ അവകാശവാദം. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18. അനിൽകുമാർ ഇന്നലെ പറഞ്ഞ വാക്കുകൾ കൂടി കേൾക്കാമേ. അവരുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ അവർക്ക് അവകാശമില്ലാത്തൊരു ഗതികേട് കോട്ടയത്തുണ്ട്. ഇരകളാണവർ. ആ ഇരകൾ ഇത്തവണ ശബ്ദിക്കും. LDF-ന് അനുകൂലമായി കോട്ടയത്ത് വിധിയുണ്ടാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവായ അജണ്ട വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. കോട്ടയത്തെ സംബന്ധിച്ച് വികസനമാണ് അജണ്ട. അത് സ്വീകരിക്കുന്നൊരു മനുഷ്യരായിട്ട് നാട്ടിലെ ആളുകളെ മാറ്റുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. BJP-യുടെ വോട്ടുകൾ കോട്ടയത്ത് ലഭിക്കും എന്നുള്ളതാണ് CPM സ്ഥാനാർത്ഥി അനിൽകുമാറിൻ്റെ ആ പ്രസ്താവന. പക്ഷെ അത് തള്ളുകയാണ് അനിൽകുമാർ. BJP-യുടെ വോട്ട് കണ്ട് ആരും പനിക്കേണ്ട എന്നാണ് അനിൽകുമാറിനോട്. പക്ഷെ കോട്ടയം വെസ്റ്റ് BJP ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ പറയുന്നത്. ലിജിൻ ലാൽ News 18-നോട് വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് News 18-നോട് അനിൽകുമാർ ഇത്തരത്തിൽ BJP-യുടെ വോട്ട് കിട്ടും എന്ന് പറഞ്ഞത്. എന്നാണെങ്കിലും ആരെയും കേൾക്കുന്ന സ്വഭാവം അനിൽകുമാറിനില്ല. ചാനൽ ചർച്ചയിൽ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ തോന്നലുകൾ അനിൽകുമാറിനുണ്ടാകുന്നത് എന്നാണ് ലിജിൻ പറയുന്നത്. എന്താണെങ്കിലും NDA സ്ഥാനാർത്ഥിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയൊക്കെ ലിജിൻ ലാൽ അവകാശപ്പെടുന്നുണ്ട്. അനിൽകുമാർ പറഞ്ഞത് നമ്മൾ കേട്ടു. ഇപ്പോൾ G. ശ്രീജിത്ത് കോട്ടയം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ അനിൽകുമാർ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ BJP വോട്ട് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ പങ്കുവച്ചത്? എന്തോ അവിടെ BDJ സ്ഥാനാർത്ഥിയാണ് ഇത്തവണ മത്സരിക്കുന്നത്. സാധാരണഗതിയിൽ ആ സീറ്റ് BJP ആഗ്രഹിച്ചിരുന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവിടെ ദുർബലമായ സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ BJPക്ക് പലപ്പോഴും അവിടെ കിട്ടുന്ന വോട്ടുകൾ കിട്ടാറില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 23,000-ഓളം വോട്ടുകൾ ആ മണ്ഡലത്തിൽ ജയിച്ചതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും 25,000-ൽ പരം വോട്ടുകൾ ആ മണ്ഡലത്തിൽ കിട്ടാറുള്ളതാണ്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനിലേക്ക് ചോർന്നു പോകുന്നു എന്നതാണ് അവിടുത്തെ ഒരു കണക്ക്. ഇത്തവണയും അത് സംഭവിക്കുമോ എന്ന ചോദ്യത്തിനാണ് ഇത്തവണ ഈ BJP സ്ഥിരമായി അവിടെ ഒരു അധിനിവേശത്തിന് ഇരയാകുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ആ വോട്ടുകൾ അത് BJP നേതൃത്വത്തിന് അറിയാം. അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി വരും എന്നാണ് അനിൽകുമാർ News 18 കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ അനിൽകുമാർ News 18-നോടാണ് ആ കാര്യം വ്യക്തമാക്കിയത്. എന്നാലും അനിൽകുമാറിന്റെ ബൈറ്റ് നമ്മൾ തൊട്ടുമുമ്പ് കേട്ടു. അവിടെ BDJ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ BJP വോട്ട് അനുകൂലമാകുമെന്നുള്ള പ്രതീക്ഷ പറയുന്നു. ശ്രീജിത്ത് കേൾക്കാൻ കഴിയുന്ന തോന്നുന്നു. എന്നാലും ഗുഡ് മോർണിംഗ് ഒരിക്കൽ കൂടി. അപ്പോൾ ഈ പ്രതീക്ഷയ്ക്ക് ഏതെങ്കിലും ഒരു ചെറിയ സാധ്യത പോലും ഉണ്ടാകുമോ? എന്താണ് കോട്ടയത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി നോക്കുമ്പോൾ ശ്രീജിത്തിന് തോന്നുന്നത്?
എന്തോ ഈ ഒരു പ്രതീക്ഷ സാധാരണഗതിയിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥികൾ തുറന്നു പറയാറുള്ളതല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് കെ അനിൽകുമാർ അത് തുറന്നു പറഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാം സംസ്ഥാനത്തൊട്ടാകെ BJP CPM ഡീൽ എന്നൊക്കെയുള്ള ആരോപണം വലിയ നിലയിൽ ഉയർന്നു നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ കെ അനിൽകുമാർ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഈ കോട്ടയത്തിൻ്റെ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഈ BJP വോട്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദമാണ്. കഴിഞ്ഞ ഏതാണ്ട് കുറേ കാലമായി തിരുവഞ്ചൂർ BJPയുമായി ചേർന്നുകൊണ്ടാണ് ജയിക്കുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പനച്ചിക്കാട് ക്ഷേത്രത്തിൽ സേവാഭാരതിയുടെ സ്റ്റാൾ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട അടക്കമുള്ള ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പലതരത്തിൽ ഈ ബന്ധം ആരോപിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അതല്ല തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുക എന്നാണ് അദ്ദേഹം കെ അനിൽകുമാർ ന്യൂസ് 18നോട് തുറന്നു പറഞ്ഞത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഈ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ BJP കൂടുതൽ അസ്വസ്ഥരാണ് തിരുവഞ്ചൂരിൻ്റെ ഈ സ്ഥിരം നിലപാടിൽ. കോട്ടയത്തെ BJPയെ ഇല്ലാതാക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. കാരണം അപ്പുറത്തുള്ള സ്ഥാനാർത്ഥി ആര്, BJPയുടെ സ്ഥാനാർത്ഥി ആര് എന്ന് പോലും ഫലത്തിൽ തീരുമാനിക്കുന്നത് ഈ തിരുവഞ്ചൂരാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് കെ അനിൽകുമാർ ചെയ്തത്. കഴിഞ്ഞ തവണ തിരുവഞ്ചൂരിന് അനുകൂലമായാണ് BJP ഒരു ദുർബലമായ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. ഇത്തവണ അതിലും ദുർബലമായ ഒരു സ്ഥാനാർത്ഥി BDJSൻ്റെതായി വരുന്നു. അതിൽ അസ്വസ്ഥരാണ് BJPയുടെ ജില്ലാ നേതൃത്വം എന്നതാണ്. എന്തായാലും ഇന്ന് ലിജിൻ ലാൽ BJPയുടെ വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. BJPയുടെ വോട്ട് കിട്ടി ജയിക്കാം എന്ന സ്വപ്നം അത് കെ അനിൽകുമാർ കാണണ്ട. ഇവിടെ BJP ഇതുവരെ ഇല്ലാത്ത വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തും, അതിനുള്ള പ്രവർത്തനങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ലിജിൻ ലാൽ ന്യൂസ് 18നുമായി സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും ഈ അനിൽകുമാറിൻ്റെ ഈ ഒരു പരാമർശത്തിൽ തിരുവഞ്ചൂർ കഴിഞ്ഞ ദിവസം തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അനിൽകുമാറിൻ്റെ കണക്ക് പുസ്തകമല്ല, ജനങ്ങളുടെ കണക്ക് പുസ്തകമാണ് ഇതിൽ പ്രധാനം എന്നുള്ളത്. പക്ഷേ BJP വോട്ടുകൾ തനിക്ക് കിട്ടുമെന്നോ ആ നിലയിലുള്ള ഒരു പരാമർശവും തിരുവഞ്ചൂർ നടത്തിയിട്ടില്ല. അതിനോട് നേരിട്ട് പ്രതികരിച്ചിട്ടുമില്ല. ഈ ചോദ്യത്തിന് മറുപടി അദ്ദേഹം പറഞ്ഞത് ഈ വോട്ട് എങ്ങോട്ട് പോകണം എന്നത് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ചോദ്യത്തിനോട് പ്രതികരിച്ചത്. എന്തായാലും അനിൽകുമാറിന്റെ പരാമർശത്തെ പരിപൂർണമായും തള്ളിക്കളയുകയാണ് BJP വെസ്റ്റ് ജില്ലാ നേതൃത്വം. എൽദോ എന്താണെങ്കിലും ശ്രീത്ത് സൂചിപ്പിച്ചതുപോലെ ഈ ഡീൽ വിവാദമൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു പരാമർശമൊക്കെ വരുന്നത്. എന്താണെങ്കിലും BJP അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയുന്നു. ഒരു തരത്തിലും ആ വെള്ളം കണ്ട് ആരും മോഹിക്കേണ്ട എന്ന് പറയുകയാണ്. കോട്ടയത്ത് നിന്ന് ചേർന്ന് ശ്രീത്ത്. ക്ഷമിക്കണം, CPMനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസും BJPയും ചേർന്ന് ഡീൽ നടത്തിയാലും വലിയ ഭൂരിപക്ഷത്തിൽ വട്ടിയൂർക്കാവിൽ ജയം ആവർത്തിക്കുമെന്ന് VK പ്രശാന്ത്. അതേസമയം R ശ്രീലേഖയ്ക്ക് വേണ്ടി ചുവരെഴുതുന്ന BJP കൗൺസിലർമാർ വരെ വോട്ട് ചെയ്യുന്നത് പ്രശാന്തിനെന്നായിരുന്നു ഡീൽ വിവാദത്തിൽ K മുരളീധരന്റെ പ്രതികരണം. BJP കോൺഗ്രസ് ഡീൽ എന്നത് അസംബന്ധം മാത്രമെന്നാണ് വട്ടിയൂർക്കാവിലെ NDA സ്ഥാനാർത്ഥി R ശ്രീലേഖയുടെയും പ്രതികരണം. തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നതോടെ വാശിയേറിയ വാക്പോരാണ് നേതാക്കളും മുന്നണികളും തമ്മിൽ സംസ്ഥാനത്തുടനീളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ സംസ്ഥാനം ഉറ്റുനോക്കുന്ന മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. സിറ്റിംഗ് MLA കൂടിയായ VK പ്രശാന്ത് എന്നോടൊപ്പം ചേരുന്നു. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ട ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹം ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചു. BJPയും കോൺഗ്രസ് തമ്മിലുള്ള ഡീലുണ്ട്. നേമത്ത് BJP ജയിക്കും, പകരം വട്ടിയൂർക്കാവിലും അരുവിക്കരയിലും കോൺഗ്രസ് ജയിക്കും. ഇതാണ് ആ ഡീലെന്ന്. എന്താണ് താങ്കളുടെ പ്രതികരണം? ആ ഡീല് നേരത്തെ അവരതിന് ശ്രമം നടത്തിയതാണ്. അപ്പൊ അതൊന്നിപ്പോ പുറത്തു വന്നതുകൊണ്ടാണ് ഇന്നിപ്പോ തിരിച്ച് BJPയുടെ കൌൺസിലർമാരെല്ലാം LDFന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു എന്നുള്ള നിലയ്ക്ക് അഭിപ്രായം വന്നിരിക്കുകയാണ്. അപ്പോ ഞങ്ങൾക്ക് എല്ലാ പാർട്ടിയുടെ വോട്ട് കിട്ടാറുണ്ട്. അപ്പോൾ LDFനെ സംബന്ധിച്ച് LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കറിയാം കോൺഗ്രസിന്റെയും BJPയുടെയും വോട്ടുകൾ ഞങ്ങൾക്ക് അനുകൂലമായി വരാറുണ്ട്. അതുകൊണ്ടാണ് വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നത്. അത് ഇത്തവണയും തുടരും. ഈ ഡീല് അപ്രസക്തമായി. ഡീലുണ്ട്. ആ ഡീല് മറച്ചുവെക്കാനാണ് K മുരളീധരൻ ഇങ്ങനെ പറഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഡീല് നിലനിൽക്കുന്നു, പക്ഷെ അത് നമ്മളെ വിജയത്തെ ബാധിക്കില്ല. അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ വിഭാഗം ആളുകളും LDFന് അനുകൂലമായിട്ട് സാധാരണഗതിയിൽ നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ വോട്ട് ചെയ്യും. ആ വോട്ടിംഗിലാണ് 20,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം എത്തിക്കാൻ ഞങ്ങളെ സഹായിച്ചത്. അത് ഇത്തവണ അതിന് മുകളിലേക്ക് ഞങ്ങൾ പോകും. ഇനി അറിയാനുള്ളത് K മുരളീധരന്റെ പ്രതികരണം എന്താണെന്നുള്ളതാണ്. VK പ്രശാന്ത് വീട് കയറിയുള്ള പ്രചാരണം തുടരുകയാണ്. എല്ലാ ആശംസകളും. തിളച്ചുമറിയുന്ന പ്രചാരണ ചൂടിനിടയിൽ UDFന്റെ സ്ഥാനാർത്ഥി K മുരളീധരൻ എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് രണ്ടാം ഘട്ടത്തിൽ? വളരെ നല്ല രീതിയിലുള്ള ആവേശകരമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്.
പാർട്ടി പ്രവർത്തകരും UDF പ്രവർത്തകരൊക്കെ ഒരു മനസ്സോടുകൂടെ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വിജയം ഉറപ്പാണ്. ഒരു കാര്യം എടുത്തു ചോദിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ് പാർട്ടി വിട്ടു. അദ്ദേഹം ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതിൽ പറയുന്നത് നേമത്ത് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. പകരം വട്ടിയൂർക്കാവിലും അരുവിക്കരയിലും UDF സ്ഥാനാർത്ഥികൾക്ക് വിജയം ഉണ്ടാകും. ഈ ഡീലിന്, ഇങ്ങനൊരു ഡീലിനെ പറ്റി എന്താണ് താങ്കൾ? ഡീൽ നടക്കുന്നത് BJPയും CPM-ഉമായിട്ടല്ലേ? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇത് വട്ടിയൂർക്കാവ് BJPയുടെ A ഗ്രേഡ് മണ്ഡലം എന്നാ പറയുന്നത്. അങ്ങനത്തെ ഒരു A ഗ്രേഡിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ടോ? ഞാൻ പറയുന്നതല്ല, നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞത് ഇവിടെ ശ്രീലയ്ക്ക് വേണ്ടി ചുമരെഴുത നേതൃത്വം കൊടുക്കുന്ന കൌൺസിലർമാർ പ്രശാന്തിന് വോട്ട് ചെയ്യണമെന്ന് പറയാ. വളരെ ക്ലിയർ അല്ലേ? അതിനാണ് തിരുവനന്തപുരം CPM-ന്റെ സ്ഥാനാർത്ഥി വളരെ ദുർബലനായിട്ടുള്ള ഒരു വ്യക്തി. അവിടെ ഇപ്പോൾ മത്സരം UDF-ഉം BJPയും തമ്മിലല്ലേ? ഇന്നലെ രാജീവ് ചന്ദ്രശേഖരനെ നോമിനേഷൻ ചോദ്യം ചെയ്താരാ? കോൺഗ്രസ് അല്ലേ? എവിടെ പോയി മാർക്സിസ്റ്റ് പാർട്ടി? പാർട്ടിയിൽ സ്ഥാനം കിട്ടാത്തവർ എന്തെങ്കിലും പറയുമ്പോൾ അതിന് വ്യക്തമായ തെളിവുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ തെളിവ് ഉൾപ്പെടെയാ പറയുന്നത്. സംസ്ഥാനം ഉറ്റുനോക്കുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി കൂടിയായ R ശ്രീലേഖ എന്നോടൊപ്പം ചേരുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എങ്ങനെയുണ്ട് പ്രതീക്ഷ? വളരെ വലിയ പ്രതീക്ഷയാണ്, നല്ല ശുഭപ്രതീക്ഷ. കുറച്ചും കൂടെ കൂടുതൽ ഉറപ്പിച്ചിരിക്കുകയാണ് NDA. വട്ടിയൂർക്കാവ് തീർച്ചയായിട്ടും ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് പാർട്ടി വിട്ടുകൊണ്ട് ഒരു ആരോപണം ഉന്നയിച്ചു. നേമത്ത് ഒരു ഡീൽ വെച്ചിരിക്കുന്നു, അവിടെ BJP ജയിക്കും. പകരം അരുവിക്കരയും വട്ടിയൂർക്കാവും, അവിടെ കോൺഗ്രസ് ജയിക്കും. ഇങ്ങനെ ഒരു ഡീൽ വന്നു. ശുദ്ധ അസംബന്ധം. അത്ര മാത്രമേ പറയുന്നു. ഡീലൊന്നും ഇല്ല, ശുദ്ധ അസംബന്ധം. ഇതൊരു നല്ല മത്സരം, നല്ലൊരു ഇലക്ഷനാണ്. അതിന്റെ ഇതായിട്ട് പാവനമായിട്ട് തന്നെ ഇലക്ഷൻ നടക്കും. വലിയ കോൺഫിഡൻസിലാണ്. നല്ല കോൺഫിഡൻസ് ഉണ്ട്. കാരണം ജനങ്ങളെല്ലാം എന്നോടൊപ്പം ഉണ്ട്. അല്ല, അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് നമുക്ക് വോട്ടർമാർക്കിടയിൽ നിന്നും കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഞാനിത് പറയില്ലല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അങ്ങനെ വട്ടിയൂർക്കാവിൽ കൊണ്ടും കൊടുത്തും പറഞ്ഞുമെല്ലാം മത്സരം ഊർജിതമായി ഊഷ്മളമായി നടക്കുകയാണ്. എന്നാലും തെരഞ്ഞെടുപ്പ് ഫലം വരെ ഒരു സസ്പെൻസ് നിലനിർത്തുന്ന മണ്ഡലമായിരിക്കും വട്ടിയൂർക്കാവ് എന്നുള്ള സംശയമില്ല. യോഗ്യതയുള്ളവർ പദവികളിലേക്ക് എത്തുമ്പോൾ മറ്റ് മാനദണ്ഡങ്ങൾ ചൂണ്ടിക്കാട്ടി അയോഗ്യതയാക്കാൻ ശ്രമം നടക്കുന്നു എന്ന് തളിപ്പറമ്പ് മണ്ഡലം LDF സ്ഥാനാർത്ഥി PK ശ്യാമള. തളിപ്പറമ്പ് ഇടതുമുന്നണിക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ്. TK ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിത്വം പ്രശ്നമേയല്ല എന്നും PK ശ്യാമള ന്യൂസ് 18 പറഞ്ഞു. PK ശ്യാമള തന്നെ ന്യൂസ് 8-നോടൊപ്പം ചേരുന്നുണ്ട്. പുറത്ത് നല്ല ചൂടാണ്, ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എങ്ങനെയുണ്ട് പ്രചരണം? ഉഷാറായിട്ട് പോകുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം. നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നത് മുതൽ വോട്ട് പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലെയുള്ള പൊതുസ്ഥാപനങ്ങളിൽ ചില വ്യക്തികൾ, അസുഖങ്ങൾ അങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല പ്രതികരണമാണ് തെരഞ്ഞെടുപ്പിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് പ്രധാനമായി ഉയർത്തുന്ന മുദ്രാവാക്യം? പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടം, അത്തരം കാര്യങ്ങൾ തന്നെയാണോ? അതെ 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 വലിയ രീതിയിൽ ഈ 5 വർഷക്കാലമായി പ്രത്യേകിച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ എഫക്റ്റ് ചെയ്യുന്ന നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. ജനങ്ങളുടെ ഭാഗത്ത് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജനങ്ങൾ തന്നെ ഞങ്ങൾ പോകുമ്പോൾ പ്രായമുള്ള ആളുകൾ, നിങ്ങൾ മനസ്സിലാവാത്ത ആളുകൾ, നിങ്ങൾ പിണറായിയുടെ ആളുകളാണോ? അപ്പോൾ അതേന്ന് പറയുമ്പോൾ അറിയാതെ പിണറായി തുടരണം, ഞങ്ങൾക്ക് പെൻഷൻ കൂട്ടി തന്നിട്ടുണ്ടല്ലോ എന്ന രീതിയിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ ഈ ഗവൺമെൻറ് ഏറ്റുവാങ്ങിയ അനുഭവമാണ് ഞങ്ങൾക്ക് നാട്ടിൽ പോകുമ്പോൾ ഉണ്ടാകുന്നത്. ഈ ടീച്ചറെ സംബന്ധിച്ചോളം പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. വർഷങ്ങളായി ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലുള്ള ഒരാളാണ്. ഈ ആളുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു പ്രതികരണം എങ്ങനെയാണ്? അതെ അതെ, ചിരപരിചിതമായിട്ട് തന്നെയാണ് പെരുമാറിയിട്ടുണ്ടാകുന്നത്. എല്ലാ ആളുകളും പേര് വിളിച്ച് തന്നെ അഭിസംബോധന ചെയ്യും. നല്ല രീതിയിലെ പ്രതികരണം തന്നെയാണ് ആളുടെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ടീച്ചർ ഇത് പറയുമ്പോൾ വിവാദത്തിനല്ല, പക്ഷേ TK ഗോവിന്ദ മാഷ് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഒരാളാണ്. അദ്ദേഹമാണ് എതിരാളായിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിലതൊരു വെല്ലുവിളിയായി ഉയരുന്നുണ്ടോ? ഇപ്പോൾ UDF-ന്റെ സ്ഥാനാർത്ഥിയുമില്ല. ഇല്ല, അതൊന്നും ഒരു വെല്ലുവിളിയാവുന്നില്ല. തളിപ്പറമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ നല്ല സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ്. ആ സ്വാധീനം നിലനിർത്തി പോകാൻ തന്നെ സാധിക്കും. അതൊരു വെല്ലുവിളിയായിട്ട് കാണുന്നേ ഇല്ല. ടീച്ചർ നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, വനിതാ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തനിക്ക് നേരെ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രചരണമൊക്കെ വരുന്നത്. അത് അങ്ങനെ ഇപ്പം അങ്ങനെ തോന്നുന്നുണ്ടോ? വനിതാ സ്ഥാനാർത്ഥി ആയതുകൊണ്ടല്ല, വനിത പ്രചരണം വരുന്നതല്ല. നിങ്ങൾ മാധ്യമങ്ങൾ, ഞാൻ പറഞ്ഞിരുന്നത് നമ്മുടെ വനിത ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ ഐഡൻറ്റിറ്റി ഉണ്ട്. അവർക്ക് രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, അതിൻ്റെ പാരമ്പര്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന അംഗീകാരത്തെ കുറച്ച് കാണിക്കാൻ വേണ്ടി ഇന്നയാളുടെ ഭാര്യ, ഇന്നയാളുടെ മകൾ എന്നൊക്കെ പറയുന്ന ഒരു പുരുഷ മേധാവി, അതൊരു ശരിക്കും ഒരു അയോഗ്യതയാണ്. കാരണം ടീച്ചർ വർഷങ്ങളായി ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ്. ഇതുവരെ ഒരുപാട് അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. അതൊരു കുറവാണോ? അത് അയോഗ്യതയായി കാണാൻ വേണ്ടി പറഞ്ഞ പൊതുവായിട്ട് പറയുന്നത് X or Y, ഞാനോ വേറെ ആരോ ആർക്കായാലും
അവിടെ യോഗ്യത അടിസ്ഥാനപ്പെടുത്തി ഇതുപോലുള്ള പദവികളിലേക്ക് എത്തുമ്പോൾ ഇതുപോലെ അയോഗ്യതയാക്കി അത് ചുരുക്കി കാണാൻ വേണ്ടി പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തായാലും ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിക്കോ, എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർദ്ധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തമാശക്കാണ് ചോദിക്കുന്നത്. UDF LDF ഭരണത്തിൽ വരുന്നതാണ് നേരത്തെ തീരുമാനിച്ചില്ല. അങ്ങനെ ഒരു മന്ത്രി തളിപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? അങ്ങനെ നമ്മൾ തളിപ്പറമ്പ് അങ്ങനെ നമ്മളെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ സ്ഥാനാർത്ഥിയാകുമെന്നോ മന്ത്രിയാവുന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എല്ലാം ഓരോ ഘട്ടത്തിൽ പാർട്ടി തീരുമാനിക്കുന്നതാണ്. എല്ലാ സ്ഥാനാർത്ഥിത്വമായാലും അതുപോലെ എല്ലാ കാര്യങ്ങളും. എന്നാലും വിജയാശംസകൾ. എന്നാലും ഭൂരിപക്ഷം ഇത്തവണ വർദ്ധിക്കും എന്ന് തന്നെയാണ് PK ശ്യാമള ന്യൂസ് 8നോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും അവസാനമായും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ഒരു ഒരുക്കത്തിലാണ് PK ശ്യാമളയുള്ളത്. KV ബൈജു, ന്യൂസ് 18, കണ്ണൂർ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി ഇന്ന് കോതമംഗലം മണ്ഡലത്തിലെത്തും. രാവിലെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണും. അതിനുശേഷം 11 മണിക്ക് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മാർബേസിൽ ഗ്രൗണ്ടിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. കേരളത്തിൽ UDF തരംഗം ആഞ്ഞടിക്കുമെന്ന് ആദ്യം മനസ്സിലാക്കിയത് പിണറായി വിജയനാണെന്ന് KC വേണുഗോപാൽ. അതുകൊണ്ട് PR സഹായത്തോടെ വാക്കുകളുടെ ശൈലി മാറ്റി. പക്ഷേ G സുധാകരൻ CPM വിട്ടപ്പോൾ പറഞ്ഞ വാക്കുകളിൽ പിണറായിയുടെ യഥാർത്ഥ ശൈലി പുറത്ത് വന്നു. ബാർ ലൈസൻസ് പുതുക്കലിൽ നടന്നത് കോടികളുടെ അഴിമതിയാണെന്നും AICC ജനറൽ സെക്രട്ടറി പറഞ്ഞു. കേരളമാകെ ആഞ്ഞു വീശുന്ന ഒരു UDF തരംഗമായിട്ട് ഇത് മാറാൻ പോവുകയാണ്. ഇത് ആദ്യം മനസ്സിലാക്കിയ ആള് വേറെ ആരുമല്ല, സാക്ഷാൽ പിണറായി വിജയനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇടക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ തന്നെ ഒന്ന് PR ഏജൻസികൾ പറയുന്നതനുസരിച്ച് മാറ്റിയിരുന്നു. ആ ശൈലി മാറ്റിയിരിക്കുകയായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞു, ഞാൻ സന്യാസിയെ പോലെയാണ് ഇപ്പോൾ എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. പക്ഷേ കഴിഞ്ഞ 4 ദിവസം മുമ്പ് നമ്മൾ കണ്ടു G സുധാകരൻ മാർക്സിസ്റ്റ് പാർട്ടിയോട് സലാം പറഞ്ഞ് അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, സുധാകരൻ കാണിക്കുന്നത് ചെറ്റത്തരവാണ്. അപ്പോൾ PR ഏജൻസി മൂടിവെച്ച പിണറായി വിജയന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. 200ഓളം ബാറുകൾക്ക് ലൈസൻസ് നീട്ടിക്കൊടുത്തത് ടൂറിസം വകുപ്പിന്റെ ക്ലാസിഫിക്കേഷൻ 5 വർഷത്തേക്കാണ്. ആ 5 വർഷത്തെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ ബാറുകൾക്കാണ് നീട്ടിക്കൊടുത്തിരിക്കുന്നത്. ഇത് വെറുതെ നീട്ടിക്കൊടുക്കുവോ? ഇല്ല. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്, കാട്ടുകൊള്ളയാണ് ഇതിന്റെ പിന്നിൽ നടന്നിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നമ്മൾ കണ്ടതാണ്. അയ്യപ്പനെ പോലും വെറുതെ വിട്ടില്ല. അയ്യപ്പന്റെ സ്വത്ത് കട്ടവരാണിവർ, സ്വർണം കട്ടവരാണിവർ. ജയിലിലേക്ക് സ്വന്തം നേതാക്കന്മാർ പോകുന്നത് അഭിമാനമാണെന്ന് വിചാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള നാടായി ഈ നാടിനെ ഇവർ മാറ്റി. അങ്ങനെ കൊണ്ടും കൊടുത്തുമൊക്കെ തുടരുകയാണ് തെരഞ്ഞെടുപ്പ് രംഗം. തെരഞ്ഞെടുപ്പ് ഗോതം അങ്ങനെ സജീവമായി നിൽക്കും. നമുക്ക് കൂടുതൽ വാർത്തയിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. നടനും സംവിധായകനുമായിട്ടുള്ള EA രാജേന്ദ്രൻ അന്തരിച്ചു. കൊല്ലത്തെ വീട്ടിലായിരുന്നു അന്ത്യം. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. മുകേഷിന്റെ സഹോദരി ഭർത്താവാണ് രാജേന്ദ്രൻ. വിനീഷ് ആയിരുന്നു. വിനീഷ് എപ്പോഴായിരുന്നു അന്ത്യം? അധിക നാളായി ഇങ്ങനെ ചികിത്സയിൽ കഴിയുകയായിരുന്നു. തീർച്ചയായും എന്തോ പ്രശസ്ത നടനും സംവിധായകനുമായ EA രാജേന്ദ്രനാണ് അന്തരിച്ചത്. 71 വയസ്സായിരുന്നു. കൊല്ലം പട്ടത്താനത്തെ വസതിയിൽ വെച്ചായിരുന്നു ഇന്ന് അന്ത്യം സംഭവിച്ചത്. അസുഖബാധിതനായി ഏറെ നാളായി അദ്ദേഹം ചികിത്സയിൽ കഴിയുകയായിരുന്നു. ജന്മനാടായ തൃശൂർ തൃത്തല്ലൂരിലാകും നാളെ സംസ്കാരമൊക്കെ നടക്കുക. നമുക്കറിയാം, കളിയാട്ടം, പട്ടാഭിഷേകം, തച്ചിലിടത്തുണ്ടൻ, നരസിംഹം, മീശമാധവൻ എന്നിവ ഉൾപ്പെടെ നിരവധി സിനിമകളിലാണ് രാജേന്ദ്രൻ അഭിനയിച്ചത്. കൂടാതെ വില്ലൻ റോളുകളിലെല്ലാം ശ്രദ്ധേയനായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ നാടകം, സിനിമ എന്നിവയോടൊപ്പമാണ് ഈ ടെലിവിഷൻ സീരിയൽ രംഗങ്ങളിലെല്ലാം സജീവമായിരുന്നു രാജേന്ദ്രൻ. തൃത്തല്ലൂരിൽ ഏങ്ങൂർ തറവാട്ടിലെ അയ്യപ്പന്റെയും സുമതിയുടെയും മകനാണ്. സ്കൂൾ കാലത്ത് തന്നെ നാടകവേദികളിൽ സജീവമായിരുന്ന അദ്ദേഹം ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലാണ് നിന്നാണ് 1ാം റാങ്കോടുകൂടി ബിരുദം നേടിയത്. തുടർന്ന് പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനം നടത്തി. മാധവന്റെ മകളും നടൻ മുകേഷിന്റെ സഹോദരിയുമായ സന്ധ്യ വിവാഹം കഴിച്ചതിനു ശേഷമാണ് കൊല്ലത്തെ കാളിദാസ കലാകേന്ദ്രത്തിൽ എത്തുന്നതും കാളിദാസ കലാകേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമാകുന്നതും. പിന്നീട്
ഇത് ഏറ്റെടുത്ത് നടത്തുകയൊക്കെ ചെയ്തത്. എന്തായാലും 1987 സംസ്ഥാന സർക്കാരിൽ നിന്നും മികച്ച നാടകത്തിനുള്ള അവാർഡ് ഈ കാളിദാസ കലാകേന്ദ്രത്തിന് തേടിയെത്തുന്നത്. പിന്നീട് ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടം എന്ന സിനിമയിലൂടെയാണ് രാജേന്ദ്രൻ ശ്രദ്ധേയമായ ഒരു വേഷത്തിലൂടെ തന്നെ ഒരു തിരിച്ചുവരവുണ്ടായി. തുടർന്ന് 60-ലധികം സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്. എൽദോ. റൈറ്റ്. രാജേന്ദ്രൻ നടനും സംവിധാനവും ഒക്കെയാണ്. എന്താണെങ്കിലും കൊല്ലത്തായിരുന്നു അന്ത്യം. വിനേഷ്, ഈ രാജേന്ദ്രൻ ഒരുപാട് ചിത്രങ്ങളിൽ നമുക്ക് സുപരിചിതനായിട്ടുള്ള മുഖമാണ്. ഒരുപാട് നാടകവേദികളിലൂടെ പ്രശസ്തനാണ്. അതുല്യ കലാകാരനാണ്. ഇനി സംസ്കാരം സംബന്ധിച്ചുള്ള തീരുമാനങ്ങളായോ അതിന്റെ കാര്യങ്ങളൊക്കെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നുണ്ടോ? തീർച്ചയായും എന്തോ ഇന്ന് പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത്. ഇദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ വെച്ച് തന്നെ സംസ്കാരം നടത്തണം എന്ന് ബന്ധുക്കളോട് പറഞ്ഞിരുന്നതായി പറയുന്നു. അപ്പോൾ ആ ഒരു തീരുമാനം കണക്കിലെടുത്താണ് ബന്ധുക്കൾ തൃശ്ശൂരിലേക്ക് മൃതശരീരം എത്തിക്കുന്നത്. ഇന്ന് വീട്ടിൽ പൊതുദർശനം വെച്ചിട്ടുണ്ട്. അല്പ സമയത്തിനകം തന്നെ പൊതുദർശനത്തിന് ശേഷം തൃശ്ശൂരിലേക്ക് മൃതശരീരം കൊണ്ടുപോകും. തുടർന്ന് നാളെയാകും സംസ്കാര ചടങ്ങുകളെല്ലാം അവിടെ നടക്കുക. അയൽദോ. ശരി. അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ കാര്യങ്ങളും വിശദാംശങ്ങളുമാണ് വിനീഷ് പങ്കുവച്ചത്. എന്താണെങ്കിലും നടനായിരുന്നുള്ള ഈ രാജേന്ദ്രൻ്റെ അന്ത്യമാണ് ഇന്ന് രാവിലെ വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അതിൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചത്. ദീർഘനാളായി അസുഖബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. അതേ തുടർന്നാണ് ഇന്ന് അന്ത്യം സംഭവിച്ചത്. കൊല്ലത്ത് വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭ്യമാകാത്തതിനാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചേക്കില്ല. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഇന്ന് ഹാജരാക്കും. സ്വർണ്ണപ്പാളികളിൽ അട്ടിമറിയുണ്ടോ എന്നറിയാനും നഷ്ടമായ സ്വർണത്തിന്റെ യഥാർത്ഥ അളവ് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കാനും കോടതി നിർദ്ദേശപ്രകാരമാണ് പാളികളിൽ നിന്ന് വീണ്ടും സാമ്പിൾ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചത്. നവമി ദിനേശ് ആയിരുന്നു. നവമി, ഗുഡ് മോർണിംഗ്. അപ്പോൾ എങ്ങനെയാണ് സ്വർണ്ണപ്പാളി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും ഹൈക്കോടതിയിൽ വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുക. അതിനു മുൻപ് സമർപ്പിക്കാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ്. കാരണം ഈ ജംഷഡ്പൂരിലെ ലാബിൽ നിന്നും ഇതിന്റെ പരിശോധനാ ഫലം ഇതുവരേക്കും ലഭ്യമായിട്ടില്ല. അത് ലഭ്യമായതിനു ശേഷം മാത്രമായിരിക്കും ഇത് കോടതിയിൽ സമർപ്പിക്കുക. എന്തായാലും SITയുടെ തലവൻ നേരിട്ട് ഹാജരാകും, ഇന്ന് ഹാജരാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മാർച്ച് 31-നകം അന്തിമ റിപ്പോർട്ട് നൽകാം എന്നായിരിക്കും SIT ഇന്ന് കോടതിയിൽ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു മറുപടിയായിരിക്കും കോടതിയിൽ ഇന്ന് സമർപ്പിക്കാനുള്ളൊരു സാധ്യത. അതോടൊപ്പം തന്നെ ഈ ലാബിൽ നിന്ന് പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷം ഈ ഒരു തവണ കൂടി SIT പ്രതികളെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, ഈ അളവിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്നോ മറ്റും കണ്ടെത്തി കഴിഞ്ഞാൽ ഈ പ്രതികളെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. ഇതിനുശേഷം ഈ ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠാ കേസിലെ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന വിജിലൻസ് ദേവസ്വം ബ്രാഞ്ചിന് കൈമാറുകയും ചെയ്യും. കേസിൽ FIR രജിസ്റ്റർ ചെയ്തത് അന്വേഷിക്കണോ എന്നതിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുത്തേക്കും. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും കോടതിയുടെ മുന്നിലേക്ക് എത്തുക. ആദ്യത്തേത് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ, അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ അല്പം കാലതാമസം ഉണ്ടാകുമെന്ന് കോടതി അറിയിക്കും. മാർച്ച് 31-നകമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നത്. SIT സംഘത്തോട് അന്വേഷിക്കുമ്പോൾ അവർ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പരിശോധനാ ഫലം ലഭിക്കാൻ അല്പം വൈകും എന്നുകൂടി അറിയുന്നുണ്ട്. ലഭിച്ചാൽ ശേഷം ഈ പ്രതികളെ ചിലപ്പോൾ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഈ ഹൈക്കോടതി സ്വമേധയാ എടുത്ത ശബരിമല സ്വർണ്ണക്കേസിലെ ഹർജി ഇന്ന് പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. റൈറ്റ്. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന്. ഇനി രാജ്യാന്തര വാർത്തകളിലേക്ക് പോയാൽ US-ന്റെ വെടിനിർത്തൽ ഉപാധികൾ തള്ളിയ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് 5 ഉപാധികൾ മുന്നോട്ട് വെച്ചു. US-മായി ഇതുവരെ ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല എന്നും ചില സൗഹൃദ രാഷ്ട്രങ്ങൾ വഴി അവർ ചില സന്ദേശങ്ങൾ അയക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി വ്യക്തമാക്കി. മുൻപ് ആജ്ഞാപിച്ചിരുന്ന അമേരിക്കയുടെ മനംമാറ്റം پراجعسمدمانند അദ്ദേഹം പറഞ്ഞു. البته چند روز هست که طرف آمریکایی شروع کرده به ارسال پیام‌های مختلف از طریق واسطه‌های مختلف.
اینکه پیام‌هایی از طریق کشورهای دوست ما داده بشه و ما هم در جواب مواضع خودمون رو اعلام بکنیم یا هشدارهای لازم رو بدیم، این نه اسمش مذاکره است، نه اسمش گفتگو، نه هیچ. تبادل پیام هست به واسطه. അതേസമയം ഇറാനി നേതാക്കൾ തങ്ങളുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും ജനരോഷം ഭയന്ന് അത് പരസ്യമായി സമ്മതിക്കാത്തതാണ് എന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ നിരുപാധികം പരാജയം സമ്മതിച്ചില്ലെങ്കിൽ മുൻപത്തേക്കാൾ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കിയത്. I agree with them 100%, but I do. We did a lot. We settled 8 wars. People sort of forget. And we're winning another one, I tell you. We're winning so big. Nobody's ever seen anything like we're doing in the Middle East with Iran. And they are negotiating, by the way, and they want to make a deal so badly, but they're afraid to say it because they figure they'll be killed by their own people. They're also afraid they'll be killed by us. There's never been a head of a country that wanted that job less than being the head of Iran. അതേസമയം ലെബനനിലും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു. തെക്കൻ ലെബനനിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ നിയന്ത്രണം ഏറ്റെടുത്തുവെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അജയ് സുധാബിജു വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജയ്, ഇതിപ്പോൾ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? ട്രംപിന് വഴിമുട്ടിയെന്ന് ഇറാൻ പറയുന്നു, അല്ല ഇറാൻ എല്ലാം മുട്ടുമടക്കി എത്തിയെന്ന് അമേരിക്ക പറയുന്നു. ഇതിൽ എന്താണ് വസ്തുത എന്നുള്ളതാണ്. ഇതിൽ വസ്തുത എന്താണെന്ന് ഈ രാഷ്ട്രങ്ങളിലെ നേതാക്കൾക്ക് മാത്രമേ അറിയാൻ ഇപ്പോൾ വഴിയുള്ളൂ. നമുക്ക് എന്തായാലും വിവരങ്ങൾ ലഭിക്കുന്നത് വഴി അമേരിക്കയും ഇറാനും 2 വേർഷൻസ് ആണ് പറയുന്നത്. രണ്ടുപേരും പറയുന്നത് തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മൾ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ US-ലെ തന്നെ ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യത്തിൽ ഒരു ക്ലിയർനെസ് ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ട്രംപ് പറയുന്നതൊന്ന്, അവിടുത്തെ പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് പറയുന്നത് മറ്റൊന്നാണ്. ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇറാൻ അവർ ചർച്ചകൾ നടത്തുന്നുണ്ട്, അവർ ഇപ്പോൾ ഞങ്ങളുമായിട്ട് നിരന്തരം ചർച്ചകൾ നടത്തുന്നു, അവർക്ക് ചർച്ചകൾ നടത്താൻ വളരെയധികം വ്യഗ്രത കൊള്ളുകയാണ്, പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ നടത്തുന്നത്, എന്നാൽ അവർ അത് പരസ്യമായി സമ്മതിക്കാത്തതാണ്. പരസ്യമായി സമ്മതിച്ചാൽ ചിലപ്പോൾ അവർ അവരുടെ രാജ്യത്ത് തന്നെ ജനങ്ങളുടെ രോക്ഷത്തിന് വിധേയമായേക്കാം, അല്ലെങ്കിൽ ഞങ്ങളാൽ തന്നെ കൊല്ലപ്പെടും എന്നുള്ള ഭയം അവർക്കുണ്ട് എന്നെല്ലാം ട്രംപ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ കാര്യമാണ് ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം US-ഉം ഇറാനും രണ്ടുപേരും സംയുക്തമായി നിർവഹിക്കും എന്നെല്ലാം ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ കരോലിൻ ലെവിറ്റ് പറയുന്നത് ഈ ഉടൻ തന്നെ നിരുപാധികം കീഴടങ്ങിയില്ലെങ്കിൽ പരാജയം സംബന്ധിച്ച് കീഴടങ്ങണം. അങ്ങനെ കീഴടങ്ങാത്ത പക്ഷം അമേരിക്ക ഇതുവരെ ഉള്ളതിൻ്റെ അപ്പുറം, ഇതുവരെ കാണാത്ത രീതിയിലെ വലിയ ആക്രമണം ഇറാനുമേൽ അഴിച്ചുവിടുമെന്നാണ് കരോലിൻ ലെവിറ്റ് പറയുന്നത്. അങ്ങനെ ചർച്ചകൾക്ക് വഴങ്ങി മുന്നോട്ട് വരുന്ന ഒരു രാജ്യമാണെങ്കിൽ എന്തിനാണ് അവർക്ക് മേൽ ഇത്ര ആക്രമണം നടത്തുമെന്നൊരു മുന്നറിയിപ്പ് നൽകുന്നത്? ഈ പരാജയം സംബന്ധിച്ച് കീഴടങ്ങണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് എന്നുള്ളതും പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഇത്തരത്തിൽ 2 തരത്തിൽ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന പരാമർശങ്ങളാണ് അമേരിക്കയിൽ നിന്നുണ്ടാകുന്നത്. ഇതിനിടെ ഇറാൻ അമേരിക്ക ആദ്യം മുന്നോട്ട് വെച്ച 15 നിർദ്ദേശങ്ങൾ അത് തള്ളിക്കളഞ്ഞ് ഇറാൻ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി 5 ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ നിലവിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം, ഹോർമുസിന്റെ പരമാധികാരം അത് ഇറാൻ ഉള്ളതാണെന്ന് അംഗീകരിക്കണം, ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കണം, ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം, അതുപോലെ ഇനി ആക്രമണം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക സംവിധാനം വേണം. ഇത്തരം ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. റൈറ്റ്. എന്തായാലും അജയ് സുധാബിച്ചു ആണ് വിവരങ്ങൾ നൽകി. നമ്മൾ കൂടുതൽ വിശദാംശങ്ങൾക്ക് 9 വാർത്തയിൽ നമുക്ക് തേടാം അജയിൽ നിന്ന്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പാർലമെന്റിൽ ചർച്ച വേണമെന്ന ആവശ്യം ശക്തമാക്കാൻ പ്രതിപക്ഷം. സർവകക്ഷി യോഗത്തിലെ സർക്കാർ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം സജ്ജമാണെന്നും നിലവിൽ LPG ക്ഷാമമില്ല എന്നും 5 കപ്പലുകൾ കൂടി ഉടൻ എത്തുമെന്നും കേന്ദ്രം സർവകക്ഷി യോഗത്തിൽ വ്യക്തമാക്കി. മാനന്തവാടിയിലാകെ 3 സ്ഥാനാർത്ഥികൾ മാത്രമാണ് മത്സര രംഗത്തുള്ളത്. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികളല്ലാതെ അപരന്മാരോ സ്വതന്ത്രന്മാരോ ചെറു പാർട്ടി സ്ഥാനാർത്ഥികളോ ഇവിടെ മത്സരത്തിനില്ല. ജയരാജ് ബത്തേരി വിവരങ്ങൾ നൽകും. ജയരാജ്, ഗുഡ് മോർണിംഗ്. ഈ വളരെ അപൂർവമാണ് സാഹചര്യം. എന്താണെങ്കിലും അത് ഒരു കണക്കിന് മത്സരരംഗത്തേക്ക് നോക്കുമ്പോൾ ആകെ 3 സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ വോട്ടർമാർക്കും കൺഫ്യൂഷൻ ഇല്ല, സ്ഥാനാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ഇല്ല. എന്താണ് അങ്ങനെ? എൽദോ, ഗുഡ് മോർണിംഗ്. ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് മാനന്തവാടി മണ്ഡലം എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. കാരണം കേന്ദ്രം പോലും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം എന്നും ഇതിനെ പറയാം. കാരണം അത് മറ്റൊന്നും കൊണ്ടുമല്ല, MP
ഓക്കെ, മാനന്തവാടിയിലെ 3 സ്ഥാനാർത്ഥികൾ മാത്രമാണ് എന്നുള്ളതാണ് ജയരാജ് ആനന്ദ് വിവരങ്ങൾ നൽകാൻ ശ്രമിച്ചത്. പക്ഷേ കണക്ഷനിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് പ്രശ്നം. എന്താണെങ്കിലും എനിക്കൊന്ന് ജയരാജ് വീണ്ടും തയ്യാറായിരുന്നു. ജയരാജ് കട്ടായി പോയിരുന്ന ഇടയ്ക്ക് തുടരാം. എൽദോ, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് മാനന്തവാടി മണ്ഡലം. പ്രത്യേകിച്ച് UDF ഒരു ശക്തമായ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു മണ്ഡലം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാൻ കഴിയും. എന്തായാലും ഇവിടെ 3 സ്ഥാനാർത്ഥികൾ ആണ് ശക്തമായിട്ട്, അല്ലെങ്കിൽ ഒരു അപരന്മാരോ അല്ലെങ്കിൽ മറ്റ് ഒരുപാട് സ്വതന്ത്രന്മാരോ ഒന്നും ഇവിടെ മത്സരിക്കുന്നില്ല എന്നുള്ളതും ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് എടുത്തു പറയാം. ഈ ഒരു മാനന്തവാടി മണ്ഡലം എന്ന് പറയുന്നത് ഒരുപക്ഷെ കേന്ദ്രം പോലും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ ഒരു മണ്ഡലം എന്നത് പ്രത്യേകത ഈ ഒരു മാനന്തവാടി മണ്ഡലത്തിനുണ്ട്. എന്തായാലും ഇവിടെ ശക്തമായ 3 മുന്നണികളാണ് മത്സരത്തിൽ മാറ്റിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു അപരന്മാരോ സ്വതന്ത്ര സ്ഥാനാർത്ഥികളോ ആയിട്ട് ആരുമില്ല. ഒരു ആം ആദ്മി പാർട്ടിയുടെ ഒരു മത്സരാർത്ഥി ഉണ്ടെങ്കിൽ പോലും അതത്ര ശക്തമല്ലാത്തത് കൊണ്ട് തന്നെ 3 മുന്നണികളാണ് ശക്തമായി ഇവിടെ മത്സരിക്കുന്നത്. ഇവിടുത്തെ മന്ത്രി കൂടിയായിരുന്ന അല്ലെങ്കിൽ സിറ്റിംഗ് MLA ആയിരുന്ന OR കേളോ LDFന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ UDFനായി ഉഷ വിജയൻ ആണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ NDAക്ക് ശ്യാംരാജ് എന്ന കാൻഡിഡേറ്റുമാണ് ഇവിടെ മത്സരിക്കുന്നത്. എന്തായാലും ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. മാനന്തവാടി മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ UDFന്റെ ശക്തമായ ഒരു മണ്ഡലമായിരുന്നു ഈ മാനന്തവാടി മണ്ഡലം. എന്നാൽ 2016 ശേഷം, അതായത് 2 ടേമിൽ അത് LDFന്റെ കയ്യിലേക്ക് വന്നിരിക്കുകയാണ്. 2011 അല്ലെങ്കിൽ ഈ നോർത്ത് മണ്ഡലം എന്നായിരുന്നു ഈ ഒരു മണ്ഡലത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ 2008 പുനർനിർണയത്തിന് ശേഷമാണ് 2011 മാനന്തവാടി മണ്ഡലം എന്നുള്ള ഒരു പേര് വന്നത്. ഈ മണ്ഡലത്തിൽ ആദ്യമായി, അല്ലെങ്കിൽ മാനന്തവാടി മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി ഇവിടെ UDF ഏതാണ്ട് 12,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു ഇവിടെ വിജയിച്ചത്. എന്നാൽ അതിനുശേഷമുള്ള 2016 അതുപോലെ തന്നെ 2021 അത് LDFന്റെ കൈകളിലേക്കായി. എന്നാൽ ഇത്തവണ അത് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ശക്തമായ ഒരു പ്രചരണത്തിലാണ് UDF മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥി ശ്യാംരാജ്, അദ്ദേഹം ഇടുക്കിക്കാരനാണ്, ഇവിടെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും 3 സ്ഥാനാർത്ഥികളേ ഉള്ളൂ, അവിടെ അപരന്മാരില്ല, അവിടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. എന്നാലും ത്രികോണ മത്സരമുണ്ടെന്നാണ് ജയരാജ് പറയുന്നത്. എന്നാലും 2 സ്ഥാനാർത്ഥികൾ ശക്തന്മാരെ തന്നെ നിൽക്കുന്നു. ചെറുപാർട്ടി സ്ഥാനാർത്ഥികളിൽ ഒന്നും സാന്നിധ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള മത്സരം. ഒരുപാട് സ്ഥാനാർത്ഥികളോട് നിറഞ്ഞ, അല്ലെങ്കിൽ ഒരുപാട് അപരന്മാരെക്കൊണ്ടൊക്കെ പല സ്ഥാനാർത്ഥികളും പൊറുതിമുട്ടുമ്പോഴാണ് അവിടെ ഇത്തരം ഒരു സംഭവം. എന്നാലും രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളുമായി നമുക്ക് 9 മണിക്ക് ചേരാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.